ഇനി നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസിലെ തിയറം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഡൈഫൻറ്റൈൻ ഇക്വേഷൻ 14x + 16y = 15 ഹാസ് നോ സൊല്യൂഷൻ. ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് സൊല്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച തിയറത്തിൽ, പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ax + by = c എന്നുള്ള ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് എയുടെയും ബിയുടെയും GCD സിയുടെ ഒരു ഫാക്ടർ ആയിരിക്കണം. ഇവിടെ a = 14, b = 16 ആൻഡ് c = 15. ആദ്യം നമുക്ക് എയുടെയും ബിയുടെയും GCD കണ്ടുപിടിക്കാം. അതായത് 14ൻ്റെയും 16ൻ്റെയും GCD കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ആൽഗരിതം യൂസ് ചെയ്യുന്നു. ഡിവിഷൻ ആൽഗരിതം സക്സസീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ 16 = 1 × 14 + 2 നോൺ സീറോ റിമൈൻഡർ ആണ്. വീണ്ടും ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നമുക്ക് സീറോ റിമൈൻഡർ കിട്ടും. 14 = 7 × 2 + 0. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും 14ൻ്റെയും 16ൻ്റെയും GCD. സോ GCD ഓഫ് 14, 16 = 2. ദെൻ ഇവിടെ 2 എന്നുള്ളത് 15ൻ്റെ ഒരു ഫാക്ടർ അല്ല. നമുക്ക് ax + by = c എന്നുള്ള ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും GCD സിയുടെ ഒരു ഫാക്ടർ ആയിരിക്കണം. ഇവിടെ a = 14, b = 16 ആൻഡ് c = 15. എയുടെയും ബിയുടെയും GCD 2 ആണ്. അത് സിയുടെ ഒരു ഫാക്ടർ അല്ല, കാരണം 2 15ൻ്റെ ഒരു ഫാക്ടർ അല്ല. സോ ആ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ഓൾ ദി സൊല്യൂഷൻസ് ഓഫ് ദി ഡൈഫൻറ്റൈൻ ഇക്വേഷൻ 54x + 21y = 906. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ്. ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസിൻ്റെ എല്ലാ സൊല്യൂഷൻസും കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സും വൈയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആവുന്ന വിധത്തിലുള്ള എല്ലാ സൊല്യൂഷൻസും കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി പ്രീവിയസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇവിടെ a = 54, b = 21 ആൻഡ് c = 906. ആദ്യം 54ൻ്റെയും 21ൻ്റെയും GCD യൂക്ലിഡിയൻ ആൽഗരിതം യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഡിവിഷൻ ആൽഗരിതം സക്സസീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ 54 = 2 × 21 + 12 നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡിവിഷൻ ആൽഗരിതം 21നും 12നും അപ്ലൈ ചെയ്യുന്നു. സോ 21 = 1 × 12 + 9. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആണ്. സോ 12 = 1 × 9 + 3. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നമുക്ക് സീറോ റിമൈൻഡർ കിട്ടും. 9 = 3 × 3 + 0. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും ആ രണ്ട് നമ്പേഴ്സിൻ്റെയും GCD. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 3 ആയതുകൊണ്ട് GCD ഓഫ് 54, 21 = 3. ദെൻ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ D 906ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കണം. ഇവിടെ 3 എന്നുള്ളത് 906ൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ x0ഉം y0ഉം കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഇതുപോലെ ആയിരിക്കും. x = x0 + b/d × t, y = y0 - a/d × t, where t is any arbitrary integer. സോ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ x0ഉം y0ഉം കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട്. സോ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം എയുടെയും ബിയുടെയും GCDനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. അതിനുവേണ്ടി യൂക്ലിഡിയൻ ആൽഗരിതത്തിൻ്റെ പ്രോസസ്സ് റിവേഴ്സ് ചെയ്താൽ മതി. സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും 3 = 12 - 1 × 9. ദെൻ അതിന് മുമ്പത്തെ ഇക്വേഷനിൽ നിന്നും 9 = 21 - 1 × 12 ആയതുകൊണ്ട് 3 = 12 - 21 - 1 × 12. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 12 - 21 എന്ന് കിട്ടും. ദെൻ 12നെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 12 = 54 - 2 × 21. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 3 = 2 × 54 - 2 × 21 - 21. അത് അറേഞ്ച് ചെയ്യുമ്പോൾ 2 × 54 - 5 × 21 എന്ന് കിട്ടും. അതായത് 3 = 2 × 54 - 5 × 21. സോ എയുടെയും ബിയുടെയും GCDനെ എയുടെയും ബിയുടെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിച്ചു. ഈ ഒരു ഇക്വേഷനെ c/d കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ഇവിടെ സി ഈക്വൽ ടു 906, അതുപോലെ തന്നെ ഡി ഈക്വൽ ടു 3. സോ സി ബൈ ഡി എന്നുള്ളത് 906 ഡിവൈഡഡ് ബൈ 3, അതായത് 302 ആണ്. സോ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനെ 302 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 906 ഈക്വൽ ടു 302 ഇൻറ്റു 2 ഇൻറ്റു 54 മൈനസ് 5 ഇൻറ്റു 21 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 604 ഇൻറ്റു 54 പ്ലസ് മൈനസ് 1510 ഇൻറ്റു 21. So 604 into 54 plus minus 1510 into 21 equal to 906 ആയതുകൊണ്ട് x equal to 604, y equal to minus 1510 ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 54x plus 21y equal to 906 ഈ ഒരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. സോ എക്സ് നോട്ട് ഈക്വൽ ടു 604, വൈ നോട്ട് ഈക്വൽ ടു മൈനസ് 1510 ഇതുപോലെ നമുക്ക് ചൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് നോട്ടും വൈ നോട്ടും ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ, അതായത് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻസ് ഇതുപോലെയായിരിക്കും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി, വേർ ടി ഈസ് എനി ആർബിട്രറി ഇൻറ്റിജർ. സോ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 604, വൈ നോട്ട് ഈക്വൽ ടു മൈനസ് 1510. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഇതുപോലെയായിരിക്കും. എക്സ് ഈക്വൽ ടു 604 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ടി, അതായത് 604 പ്ലസ് 70. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു മൈനസ് 1510 മൈനസ് 54 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ടി, അതായത് മൈനസ് 1510 മൈനസ് 18t. അതാണ് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ, വേർ ടി ഈസ് എനി ആർബിട്രറി ഇൻറ്റിജർ. ദെൻ നമ്മളോട് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ 604 പ്ലസ് 70 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ മൈനസ് 1510 മൈനസ് 18t എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മൈനസ് 604 ഡിവൈഡഡ് ബൈ 7 ലെസ് ദാൻ ടി ലെസ് ദാൻ മൈനസ് 1510 ഡിവൈഡഡ് ബൈ 18, ദാറ്റ് ഈസ് മൈനസ് 86 ആൻഡ് 2/7 ലെസ് ദാൻ ടി ലെസ് ദാൻ മൈനസ് 83 ആൻഡ് 16/18. അതായത് ടി എന്നുള്ള ഇൻറ്റിജർ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ടി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ മൈനസ് 86.28 ആയിരിക്കണം. അതുപോലെ തന്നെ ടി ലെസ് ദാൻ മൈനസ് 83.89 ആയിരിക്കണം. സോ മൈനസ് 86.28ൻ്റെയും മൈനസ് 83.89ൻ്റെയും ഇടയിലുള്ള ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും ടിക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ടി ഈക്വൽ ടു മൈനസ് 86, അതല്ലെങ്കിൽ ടി ഈക്വൽ ടു മൈനസ് 85 ഓർ ടി ഈക്വൽ ടു മൈനസ് 84. ഈ മൂന്ന് വാല്യൂസാണ് ടിക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ബോത്ത് എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടി ഈക്വൽ ടു മൈനസ് 86 ആയിരിക്കണം, അതല്ലെങ്കിൽ ടി ഈക്വൽ ടു മൈനസ് 85 ആയിരിക്കണം, അതുമല്ലെങ്കിൽ ടി ഈക്വൽ ടു മൈനസ് 84 ആയിരിക്കണം. ഈ മൂന്ന് വാല്യൂസ് മാത്രമാണ് ടിക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ടി ഈക്വൽ ടു മൈനസ് 86 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 604 മൈനസ് 7 ഇൻറ്റു 86 വിച്ച് ഇസ് ഈക്വൽ ടു 2. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു മൈനസ് 1510 പ്ലസ് 18 ഇൻറ്റു 86 വിച്ച് ഇസ് ഈക്വൽ ടു 38. സോ ടി ഈക്വൽ ടു മൈനസ് 86 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 38. അതുപോലെ തന്നെ ടി ഈക്വൽ ടു മൈനസ് 85 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 604 മൈനസ് 7 ഇൻറ്റു 85 വിച്ച് ഇസ് ഈക്വൽ ടു 9 and y equal to minus 1510 plus 18 into 85 which is equal to 20. So t equal to minus 85 ആയിരിക്കുമ്പോൾ x equal to 9 and y equal to 20. അതുപോലെ തന്നെ t equal to minus 84 ആയിരിക്കുമ്പോൾ x equal to 604 minus 7 into 84 which is equal to 16. ആ ടൈമിൽ y equal to minus 1510 plus 18 into 84 which is equal to 2. So t equal to minus 84 ആയിരിക്കുമ്പോൾ x equal to 16 and y equal to 2. സോ തന്നിട്ടുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 38, അതല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 9, വൈ ഈക്വൽ ടു 20, അതുമല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 16 ആൻഡ് വൈ ഈക്വൽ ടു 2. ഈ മൂന്ന് സൊല്യൂഷൻസാണ് അതിൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് ആയിട്ട് ആ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത്. അത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23 weary travelers entered the outskirts of a lush and beautiful forest. They found 63 equal heaps of plantains and 7 single fruits and divide them equally. Find the number of fruits in each heap.
23 ട്രാവലേഴ്സ് ക്ഷീണിച്ച അവസരമായിട്ട് ഒരു കാട്ടിലേക്ക് കയറി. അവരവിടെ വാഴപ്പഴത്തിൻ്റെ 63 ഈക്വൽ ആയിട്ടുള്ള കൂമ്പാരങ്ങൾ കണ്ടു. അതായത് എല്ലാ ഹീപ്പിലും സെയിം നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആണുള്ളത്. അതുപോലെ തന്നെ 7 സിംഗിൾ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അവർ 23 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓരോ ഹീപ്പിലുമുള്ള ഫ്രൂട്ട്സിൻ്റെ എണ്ണമാണ്. അത് എക്സ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് പ്ലാന്റെയിൻസ് ഇൻ എ ഹീപ്പ്. അതുപോലെ തന്നെ വൈ എന്നുള്ളത് ഓരോ ട്രാവലറിനും കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ എണ്ണം. അതായത് ലെറ്റ് വൈ ഡിനോട്ട് ദി നമ്പർ ഓഫ് ഫ്രൂട്ട്സ് റിസീവ്ഡ് ബൈ എ ട്രാവലർ. സോ ഓരോ ഹീപ്പിലുമുള്ള ഫ്രൂട്ട്സിൻ്റെ എണ്ണം എക്സ്. അതുപോലത്തെ 63 ഈക്വൽ ഹീപ്സ് ഉണ്ട്. അതുകൂടാതെ 7 സിംഗിൾ ഫ്രൂട്ട്സും ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എന്നുള്ളത് 63x + 7. അത് 23 ട്രാവലേഴ്സിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 63x + 7 = 23y. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 63x - 23y = -7. അതാണ് നമ്മുടെ ലീനിയർ ഡയഫൈൻഡൈൻ ഇക്വേഷൻ. ഈ ലീനിയർ ഡയഫൈൻഡൈൻ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ലീനിയർ ഡയഫൈൻഡൈൻ ഇക്വേഷൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ a = 63, b = -23, c = -7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം 63യുടെയും -23യുടെയും GCD ആണ്. അതിനു പകരം 63യുടെയും 23യുടെയും GCD കണ്ടുപിടിച്ചാൽ മതി. കാരണം GCD of 63, -23യും GCD of 63, 23യും സെയിം ആണ്. സോ GCD of 63, -23ക്ക് പകരം GCD of 63, 23 കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് നോട്ടും വൈ നോട്ടും കണ്ടുപിടിക്കുമ്പോൾ അതിനനുസരിച്ച് എക്സ് നോട്ടും വൈ നോട്ടും ചൂസ് ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യം 63യുടെയും 23യുടെയും GCD യൂക്ലിഡിയൻ ആൽഗരിതം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആദ്യം ഡിവിഷൻ ആൽഗരിതം 63ക്കും 23ക്കും അപ്ലൈ ചെയ്യുമ്പോൾ 63 = 2 × 23 + 17. നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്യുന്നു. 23 = 1 × 17 + 6. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആണ്. ദെൻ ഡിവിഷൻ ആൽഗരിതം 17നും 6നും അപ്ലൈ ചെയ്യുന്നു. സോ 17 = 2 × 6 + 5. നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ 6 = 1 × 5 + 1 എന്ന് കിട്ടും. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആണ്. ദെൻ 5നും 1നും ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്യുന്നു. 5 = 5 × 1 ആയതുകൊണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് സീറോ റിമൈൻഡർ കിട്ടി. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും 63യുടെയും 23യുടെയും GCD. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 1 ആയതുകൊണ്ട് GCD of 63, 23 = 1. ദെൻ 1നെ 63യുടെയും 23യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ വേണ്ടി യൂക്ലിഡിയൻ ആൽഗരിതത്തിൻ്റെ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്നു. സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും 1 = 6 - 1 × 5. ദെൻ അതിന് മുമ്പത്തെ ഇക്വേഷനിൽ നിന്നും 5 = 17 - 2 × 6 അതിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ 1 = 6 - 1 × 17 - 2 × 6. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 = 3 × 6 - 1 × 17. ദെൻ 6നെ എലിമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും 6 = 23 - 1 × 17 അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 1 = 3 × 23 - 1 × 17 - 1 × 17. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 3 × 23 - 4 × 17 എന്ന് കിട്ടും. ദെൻ 17നെ എലിമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 17 = 63 - 2 × 23 അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 1 = 3 × 23 - 4 × 63 - 2 × 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ = -4 × 63 + 11 × 23. അതായത് 1 = -4 × 63 + 11 × 23. സോ 63യുടെയും 23യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ അവയുടെ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിച്ചു. ദെൻ നമ്മുടെ ലീനിയർ ഡയഫൈൻഡൈൻ ഇക്വേഷൻ ഇതാണ്. 63x - 23y = -7. സോ നേരത്തെ കിട്ടിയ ഇക്വേഷനെ -7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. -7 = -7 × -4 × 63 + 11 × 23. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ = 28 × 63 - 77 × 23. അതായത് -7 = 28 × 63 - 77 × 23. സോ x not = 28, y not = 77 ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 63x - 23y = -7 എന്നുള്ള ലീനിയർ ഡയഫൈൻഡൈൻ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. സോ എക്സ് നോട്ടും വൈ നോട്ടും അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇതുപോലെ ആയിരിക്കും.
x equal to x naught plus b by d into t and y equal to y naught minus a by d into t, where t is any integer. So x equal to 28 plus minus 23 divided by 1 into t, അതായത് x equal to 28 minus 23t. അതുപോലെ തന്നെ y equal to 77 minus 63 divided by 1 into t, അതായത് y equal to 77 minus 63t, where t is any integer. അതാണ് ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ് പോസിറ്റീവ് ആണ് എന്നുള്ള കണ്ടീഷനിൽ നിന്നും നമുക്കിതുപോലെ കിട്ടും 28 മൈനസ് 23t ഗ്രേറ്റർ ദാൻ 0. അതുപോലെ തന്നെ y ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിൽ നിന്നും 77 മൈനസ് 63t ഗ്രേറ്റർ ദാൻ 0. ആദ്യത്തെ ഇൻഇക്വാലിറ്റിയിൽ നിന്നും t ലെസ് ദാൻ 28 ഡിവൈഡഡ് ബൈ 23, അതായത് t ലെസ് ദാൻ 1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 23. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.217 ആണ്. സോ ടി ലെസ് ദാൻ 1.217 അതാണ് ആദ്യത്തെ ഇൻഇക്വാലിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻഇക്വാലിറ്റിയിൽ നിന്നും ടി ലെസ് ദാൻ 77 ഡിവൈഡഡ് ബൈ 63, അതായത് ടി ലെസ് ദാൻ 1 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 63. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.22 ആണ്. സോ സെക്കൻഡ് ഇൻഇക്വാലിറ്റിയിൽ നിന്നും നമുക്കിതുപോലെ കിട്ടും ടി ലെസ് ദാൻ 1.22. ഈ രണ്ട് ഇൻഇക്വാലിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഏതൊരു ഇൻറ്റിജർ വാല്യൂ ടിക്ക് ചൂസ് ചെയ്താലും എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. സോ ടിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 1, 0, -1, -2, -3 എക്സെട്ര, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന ഏതൊരു ഇൻറ്റിജർ വാല്യൂ ടിക്ക് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓരോ ഹീപ്പിലുമുള്ള ഫ്രൂട്ട്സിൻ്റെ എണ്ണമാണ്. ഇവിടെ എക്സ് ആണ് ഓരോ ഹീപ്പിലുമുള്ള ഫ്രൂട്ട്സിൻ്റെ എണ്ണത്തെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു 28 മൈനസ് 23t ആയതുകൊണ്ട് ടി ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 5 ആയിരിക്കും. ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 28 ആയിരിക്കും. ടി ഈക്വൽ ടു -1 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 51 ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും ഓരോ ഹീപ്പിലുമുള്ള ഫ്രൂട്ട്സിൻ്റെ എണ്ണം. അതായത് ചിലപ്പോൾ എല്ലാ ഹീപ്പിലും 5 ഫ്രൂട്ട്സ് വീതമായിരിക്കും. അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റിയാണ് ഓരോ ഹീപ്പിലും 28 ഫ്രൂട്ട്സ് വീതം. അതുമല്ലെങ്കിൽ ഓരോ ഹീപ്പിലും 51 ഫ്രൂട്ട്സ് വീതം. ഇതുപോലെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന ഏതൊരു ഇൻറ്റിജർ വാല്യൂ ടിക്ക് യൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എക്സുകളെല്ലാം നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഈച്ച് ഹീപ്പിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ 5 ആയിരിക്കാം, 28 ആയിരിക്കാം, 51 ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി ചോയ്സസ് ഉണ്ട്. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന വിധത്തിൽ ഏതൊരു ഇൻറ്റിജർ വാല്യൂ ടിക്ക് യൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എക്സുകളെല്ലാം നമ്പർ ഓഫ് ഫ്രൂട്ട്സിൻ്റെ പോസിബിലിറ്റീസ് ആണ്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കസ്റ്റമർ ബോട്ട് എ ഡസൻ ഓഫ് പീസസ് ഓഫ് ഫ്രൂട്ട്, ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് for ₹132. If an apple cost ₹3 more than an orange and more apples than oranges were purchased, how many pieces of each kind were bought? അതായത് ഒരു കസ്റ്റമർ 12 ഫ്രൂട്ട്സ് വാങ്ങി, അതിൽ ആപ്പിൾസും ഓറഞ്ചസും ഉണ്ട്. ഒരു ആപ്പിളിന് ഒരു ഓറഞ്ചിനേക്കാൾ ₹3 കൂടുതലാണ്. അതുപോലെ തന്നെ ഓറഞ്ചിനേക്കാൾ കൂടുതൽ ആപ്പിൾസ് അയാൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര വീതം വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് 12 ആണ്. നമ്പർ ഓഫ് ആപ്പിൾസ് എക്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓറഞ്ചസ് വൈയും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. ഒരു ഓറഞ്ചിനേക്കാൾ ₹3 കൂടുതലാണ് ഒരു ആപ്പിളിന്. സോ ഒരു ഓറഞ്ചിൻ്റെ കോസ്റ്റ് സെഡ് ആണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് സെഡ് പ്ലസ് 3 ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് 132 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ആപ്പിൾസും അതുപോലെ തന്നെ വൈ ഓറഞ്ചസും പർച്ചേസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് വരിക. സെഡ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് സെഡ് ഇൻറ്റു വൈ. അത് 132 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സെഡ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് സെഡ് വൈ ഈക്വൽ ടു 132. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും 3x പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഈക്വൽ ടു 132. ദെൻ എക്സ് പ്ലസ് വൈക്ക് പകരം 12 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് വൈനെ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. സോ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ ആയിരിക്കും. സോ എക്സ് പ്ലസ് വൈക്ക് പകരം 12 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും 3x പ്ലസ് 12 സെഡ് ഈക്വൽ ടു 132. അതിലെ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ കിട്ടും എക്സ് പ്ലസ് 4 സെഡ് ഈക്വൽ ടു 44. അതൊരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷനാണ്. 2 വേരിയബിൾസ് ഉള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷനാണ്. ഇവിടെ വേരിയബിൾസ് എക്സും സെഡുമാണ്. ഇവിടെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 4, സി ഈക്വൽ ടു 144. നമുക്ക് ആദ്യം ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി എയുടെയും ബിയുടെയും ജി സി ഡി സിയുടെ ഒരു ഫാക്ടർ ആണെന്ന് വെരിഫൈ ചെയ്താൽ മതി. നമുക്കറിയാം ജി സി ഡി ഓഫ് 14 ഈക്വൽ ടു 1. സോ 1 എന്നുള്ളത് 44ൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട്
ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദെൻ വണ്ണിൻ്റെയും 4ൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 1 = -3 × 1 + 1 × 4. ദെൻ ഈ ഒരു ഇക്വേഷനെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. 44 = -132 × 1 + 44 × 4. സോ x0 = -132, z0 = 44. ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് x + 4z = 44 എന്നുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. കാരണം -132 × 1 + 44 × 4 = 44 ആണ്. അതിൽ നിന്നും x0 = -132, z0 = 44 ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. ദെൻ അത് യൂസ് ചെയ്ത് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാം. x = x0 + b/d × t. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ x = -132 + 4/1 × t. അതായത് x = -132 + 40. അതുപോലെ തന്നെ z = z0 - a/d × t. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ z = 44 - 1/1 × t. അതായത് z = 44 - t, where t is any arbitrary integer. ഇതാണ് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ആപ്പിൾസിനെയും y ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഓറഞ്ചസിനെയുമാണ്. പ്രോബ്ലത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഓറഞ്ചസിനേക്കാൾ കൂടുതൽ ആപ്പിൾസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും x > 6 ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് 12 ആയതുകൊണ്ട് x < or = 12 ആയിരിക്കും. സോ x ഈ ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. 6 < x < or = 12. ദെൻ x = -132 + 40 ആയതുകൊണ്ട് എക്സിന് പകരം നേരത്തെ പറഞ്ഞ ഇൻഇക്വാലിറ്റിയിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ 6 -132 + 40 < or = 12. ആദ്യം എല്ലാ ടേംസിൻ്റെയും കൂടെ 132 ആഡ് ചെയ്യുന്നു. അതിനുശേഷം ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 138 / 4 < t < or = 144 / 4. That is 34.5 < t < or = 36. സോ അതിൽ നിന്നും ടിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 35ഉം 36ഉമാണ്. t = 35 ആയിരിക്കുമ്പോൾ x = -132 + 4 × 35, അതായത് x = 8. ആൻഡ് z = 44 - 35, അതായത് z = 9. t = 36 ആയിരിക്കുമ്പോൾ x = -132 + 4 × 36, which is equal to 12. അതുപോലെ തന്നെ z = 44 - 36, which is equal to 8. അതായത് t = 35 ആയിരിക്കുമ്പോൾ അയാൾ വാങ്ങിയ ആപ്പിൾസിൻ്റെ എണ്ണം 8 ആണ്. അതുപോലെ തന്നെ ഓരോ ഓറഞ്ചസിൻ്റെയും കോസ്റ്റ് 9 ആണ്. സെക്കൻഡ് കേസിൽ അതായത് t = 36 ആയിരിക്കുമ്പോൾ അയാൾ വാങ്ങിയിട്ടുള്ള ആപ്പിൾസിൻ്റെ എണ്ണം 12 ആണ്. ആ ഒരു കേസിൽ ഓറഞ്ചസിൻ്റെ കോസ്റ്റ് 8 ആണ്. ആദ്യത്തെ കേസിൽ x = 8 ആയതുകൊണ്ട് y = 4 ആയിരിക്കും. കാരണം x + y എന്നുള്ളത് 12 ആണ്. അതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് z + 3 ആയതുകൊണ്ടും ഇവിടെ z = 9 ആയതുകൊണ്ടും ഈ കേസിൽ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് 12 ആയിരിക്കും. സെക്കൻഡ് കേസിൽ x = 12 ആയതുകൊണ്ട് ആ കേസിൽ y = 0 ആയിരിക്കും. ആ കേസിൽ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് 8 + 3, അതായത് 11 ആയിരിക്കും. സോ അയാളുടെ പർച്ചേസിന് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ആദ്യത്തെ പോസിബിലിറ്റി 8 ആപ്പിൾസും 4 ഓറഞ്ചസും. ആ കേസിൽ ഒരു ആപ്പിളിൻ്റെ വില 12 റുപ്പീസും ഒരു ഓറഞ്ചിൻ്റെ വില 9 റുപ്പീസും. സെക്കൻഡ് പോസിബിലിറ്റി 12 ആപ്പിൾസും 0 ഓറഞ്ചസും. ആ കേസിൽ ഒരു ആപ്പിളിൻ്റെ വില 11 റുപ്പീസ്. ഇത് രണ്ടുമാണ് അയാളുടെ പർച്ചേസിൻ്റെ പോസിബിലിറ്റീസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കോക്ക് വർത്ത് ₹50, എ hen ₹30 and 3 chicks together ₹10, how many cocks, hens and chicks totaling 100 can be bought for ₹1000? അതായത് ഒരു കോക്കിന് 50 രൂപയും ഒരു ഹെന്നിന് 30 രൂപയും 3 ചിക്സിന് ടുഗദർ ₹10ഉമാണ്. അയാൾ ടോട്ടൽ 100 എണ്ണത്തിന് 1000 രൂപയ്ക്ക് വാങ്ങി. അയാളുടെ പർച്ചേസിൻ്റെ പോസിബിലിറ്റീസാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എത്ര കോക്സ്, എത്ര ഹെന്ന്, അതുപോലെ തന്നെ എത്ര ചിക്സാണ് അയാൾ വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ 100 എണ്ണം ആയിരിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് 1000 രൂപയും ആയിരിക്കണം. സോ അത്തരത്തിൽ പോസിബിളായിട്ടുള്ള നമ്പേഴ്സാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്നുള്ളത് നമ്പർ ഓഫ് കോക്സും വൈ എന്നുള്ളത് അയാൾ വാങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് ഹെൻസും സെഡ് എന്നുള്ളത് അയാൾ വാങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് ചിക്സിനെയും ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു കോക്കിൻ്റെ വില 50 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ഹെന്നിന് 30 രൂപയാണ്. 3 ചിക്സിന് ടുഗദറാണ് 10 റുപ്പീസ്. സോ ഒരു ചിക്കൻ്റെ വില 10/3. ടോട്ടൽ 100 എണ്ണത്തിന് വാങ്ങുന്നുണ്ട്. സോ x + y + z = 100. ടോട്ടൽ കോസ്റ്റ് 1000 ആയതുകൊണ്ട് 50x + 30y + 10/3 z = 1000.
അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 15x + 9y + z = 300. സോ നമുക്ക് രണ്ട് ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻസ് കിട്ടി. രണ്ട് ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻസിലും 3 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും സെഡും. ആ രണ്ട് ഇക്വേഷൻസ് ഇതുപോലെയാണ്. ആദ്യത്തേത് x + y + z = 100. സെക്കൻഡ് വൺ 15x + 9y + z = 300. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇതിൽ നിന്നും z എലിമിനേറ്റ് ചെയ്ത് രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 14x + 8y = 200 എന്ന് കിട്ടും. കോമൺ ഫാക്ടർ ആയിട്ടുള്ള 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 7x + 4y = 100. ദെൻ ഇത് രണ്ട് വേരിയബിളുള്ള ഒരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷനാണ്. ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം 7ൻ്റെയും 4ൻ്റെയും GCD കണ്ടുപിടിക്കുന്നു. 7 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് GCD of 7 4 എന്നുള്ളത് 1 ആയിരിക്കും. ദെൻ 1 എന്നുള്ളത് 100ൻ്റെ ഒരു ഡിവൈസർ ആയതുകൊണ്ട് ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ദെൻ 1നെ 7ൻ്റെയും 4ൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതിനുവേണ്ടി 1 = -1 × 7 + 2 × 4. ദെൻ ഈ ഒരു ഇക്വേഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 100 = -100 × 7 + 200 × 4. സോ x not equal to -100, y not equal to 200 ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 7x + 4y = 100 എന്നുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അത് യൂസ് ചെയ്ത് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാം. x = x0 + b/d × t ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ x = -100 + 4/1 × t, അതായത് x = -100 + 40. അതുപോലെ തന്നെ y = y0 - a/d × t ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ y = 200 - 7/1 × t which is equal to 200 - 70 where t is any arbitrary integer. അതാണ് ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. ദെൻ z = 100 - x - y ആയതുകൊണ്ട് എക്സിന് പകരം -100 + 40, വൈക്ക് പകരം 200 - 70. ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ z = 100 - -100 + 40 -200 - 70 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3t എന്ന് കിട്ടും. സോ x = -100 + 40, y = 200 - 70 ആൻഡ് z = 3t. ദെൻ എക്സും വൈയും സെഡും നോൺ നെഗറ്റീവ് ആയിരിക്കണം, അതായത് എക്സും വൈയും സെഡും > 0 ആയിരിക്കണം. സോ ആ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ എക്സ് > 0 എന്നുള്ളതിൽ നിന്നും -100 + 40 > 0, y > 0 എന്നുള്ളതിൽ നിന്നും 200 - 70 > 0, z > 0 എന്നുള്ളതിൽ നിന്നും 3t > 0. ഫസ്റ്റ് ഇനീക്വാലിറ്റിയിൽ നിന്നും t > 25, സെക്കൻഡ് ഇനീക്വാലിറ്റിയിൽ നിന്നും t <= 200/7, തേർഡ് ഇനീക്വാലിറ്റിയിൽ നിന്നും t > 0. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 25 <= t <= 200/7. 200/7 എന്നുള്ളത് 28 and 4/7 ആണ്, അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 28.57 ആണ്. സോ അതിൽ നിന്നും 25 <= t <= 28.57. സോ ടി എന്നുള്ള ഇൻറ്റിജർ ഈ ഒരു കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ടിയുടെ പോസിബിലിറ്റീസ് t = 25 or 26 or 27 or 28. ഈ 4 പോസിബിലിറ്റീസാണ് ടിക്കുള്ളൂ. t = 25 ആയിരിക്കുമ്പോൾ x = -100 + 4 × 25, അതായത് 0, y = 200 - 7 × 25 which is equal to 25, ആൻഡ് z = 3 × 25 which is equal to 75, അതായത് t = 25 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് കോക്സ് 0, നമ്പർ ഓഫ് ഹെൻസ് 25, അതുപോലെ തന്നെ നമ്പർ ഓഫ് ചിക്സ് 75. ടോട്ടൽ 100 എണ്ണമുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് 1000 ആയിരിക്കും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ t = 26 ആയിരിക്കുമ്പോൾ x = -100 + 4 × 26 which is equal to 4, y = 200 - 7 × 26 which is equal to 18, ആൻഡ് z = 3 × 26 which is equal to 78. അതായത് t = 26 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് കോക്സ് 4, നമ്പർ ഓഫ് ഹെൻസ് 18 ആൻഡ് നമ്പർ ഓഫ് ചിക്സ് 78. ദെൻ t = 27 ആയിരിക്കുമ്പോൾ x = -100 + 4 × 27 which is equal to 8, y = 200 - 7 × 27 which is equal to 11, ആൻഡ് z = 3 × 27 which is equal to 81. അതായത് t = 27 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് കോക്സ് 8, ടോട്ടൽ നമ്പർ ഓഫ് ഹെൻസ് 11 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ചിക്സ് 81. ദെൻ ലാസ്റ്റ് കേസിൽ t = 28 ആയിരിക്കുമ്പോൾ x = 12, y = 4 ആൻഡ് z = 84. സോ ആ കേസിൽ നമ്പർ ഓഫ് കോക്സ് 12, നമ്പർ ഓഫ് ഹെൻസ് 4 ആൻഡ് നമ്പർ ഓഫ് ചിക്സ് 84. ഈ 4 പോസിബിലിറ്റീസാണ് അയാളുടെ പർച്ചേസിനുള്ളത്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൈഫൈൻഡൈൻ ഇക്വേഷൻസ് കനോട്ട് ബി സോൾവ്ഡ്? ഫസ്റ്റ് വൺ 6x plus 51y equal to 22. സെക്കൻഡ് വൺ 33x plus 14y equal to 115. സോ തന്നിട്ടുള്ള ഡൈഫൈൻഡൈൻ ഇക്വേഷൻസിൽ ഏതിനൊക്കെയാണ് സൊല്യൂഷൻസ് ഇല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ax plus by equal to c എന്നുള്ള ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ സിയുടെ ഒരു ഫാക്ടർ ആയിരിക്കണം. ആദ്യത്തെ കേസിൽ a equal to 6, b equal to 51 ആൻഡ് c equal to 22. നമുക്ക് ആദ്യം 6ൻ്റെയും 51ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതം യൂസ് ചെയ്യുന്നു. യൂക്ലിഡിയൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ 51 equal to 8 into 6 plus 3 നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുന്നു. 6 equal to 2 into 3 plus 0. ഈ സ്റ്റേജിൽ നമുക്ക് സീറോ റിമൈൻഡർ കിട്ടിയിട്ടുണ്ട്. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും 51ൻ്റെയും 6ൻ്റെയും GCD. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 3 ആയതുകൊണ്ട് GCD ഓഫ് 6,51 equal to 3. അതാണ് D. ദെൻ ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ D 22ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കണം. 322ൻ്റെ ഒരു ഫാക്ടർ അല്ലാത്തതുകൊണ്ട് ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല. സെക്കൻഡ് ഡൈഫൈൻഡൈൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 33x plus 14y equal to 115. ഇവിടെ a equal to 33, b equal to 14 ആൻഡ് c equal to 115. നമുക്ക് ആദ്യം എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതം യൂസ് ചെയ്യുന്നു. ഡിവിഷൻ ഓൾഗരിതം സക്സസീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ 33 equal to 2 into 14 plus 5 നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുന്നു. 14 equal to 2 into 5 plus 4 നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് ഡിവിഷൻ ഓൾഗരിതം വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 5 equal to 1 into 4 plus 1 എന്ന് കിട്ടും. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആണ്. വീണ്ടും ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നമുക്ക് സീറോ റിമൈൻഡർ കിട്ടുന്നുണ്ട്. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും എയുടെയും ബിയുടെയും GCD. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 1 ആയതുകൊണ്ട് GCD ഓഫ് 33,14 equal to 1. അതാണ് D. 1 എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടർ ആയതുകൊണ്ട്, എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഫാക്ടർ ആയതുകൊണ്ട് 115ൻ്റെയും ഒരു ഫാക്ടർ ആയിരിക്കും. അതിൽ നിന്നും ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ഓൾ സൊല്യൂഷൻസ് ഓഫ് ദി ഡൈഫൈൻഡൈൻ ഇക്വേഷൻ 221x plus 35y equal to 11. ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ a equal to 221, b equal to 35 ആൻഡ് c equal to 11. ആദ്യം ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ സിയുടെ ഒരു ഫാക്ടർ ആയിരിക്കണം. ആദ്യം നമുക്ക് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതം യൂസ് ചെയ്യുന്നു. ഡിവിഷൻ ഓൾഗരിതം സക്സസീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ 221 equal to 6 into 35 plus 11. നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുന്നു. 35 equal to 3 into 11 plus 2. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് ഡിവിഷൻ ഓൾഗരിതം വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 11 equal to 5 into 2 plus 1. ഈ സ്റ്റേജിലും നോൺ സീറോ റിമൈൻഡർ ആണ്. ദെൻ 2നും 1നും ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ 2 equal to 2 into 1 plus 0 എന്ന് കിട്ടും. ഈ സ്റ്റേജിൽ സീറോ റിമൈൻഡർ കിട്ടിയിട്ടുണ്ട്. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും 221ൻ്റെയും 35ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 1 ആയതുകൊണ്ട് GCD ഓഫ് 221, 35 equal to 1. അതായത് ആ രണ്ട് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. 1 എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഒരു ഫാക്ടർ ആയതുകൊണ്ട് 11ൻ്റെയും ഒരു ഫാക്ടർ ആയിരിക്കും. സോ ഈ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ആ ലീനിയർ ഡൈഫൈൻഡൈൻ ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം 1നെ 221ൻ്റെയും 35ൻ്റെയും ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതത്തിൻ്റെ പ്രോസസ്സ് റിവേഴ്സ് ചെയ്താൽ മതി. സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും 1 equal to 11 minus 5 into 2. ദെൻ 2നെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടി അതിന് മുമ്പത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പ്രീവിയസ് ഇക്വേഷനിൽ നിന്നും 2 equal to 35 minus 3 into 11. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 1 equal to 11 minus 5 into 35 minus 3 into 11. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 1 equal to 16 into 11 minus 5 into 35. ദെൻ 11നെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടി അതിന് മുമ്പത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 11 equal to 221 minus 6 into 35. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 equal to 16 into 221 minus 6 into 35 minus 5 into 35. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും.
1 equal to 16 into 221 minus 101 into 35. Then നമ്മുടെ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ ഇതാണ് 221x plus 35y equal to 11. So c equal to 11 ആണ്, d equal to 1. സോ c ബൈ ഡി കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. അതായത് ഇവിടെ c equal to 11ഉം d equal to 1 ആയതുകൊണ്ട് 11 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 11 equal to 176 into 221 minus 1111 into 35. So x not equal to 176, y not equal to minus 1111. ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. ഇത് യൂസ് ചെയ്താൽ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇതുപോലെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി, y equal to y naught minus a by d into t, where t is any integer. So ഇവിടെ x naught equal to 176, y naught equal to minus 1111. അത് യൂസ് ചെയ്യുമ്പോൾ x equal to 176 plus 35 divided by 1 into t, അതായത് x equal to 176 plus 35t, and y equal to minus 1111 minus 221 divided by 1 into t, അതായത് y equal to minus 1111 minus 221t, where t is any integer. അതാണ് ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ. ടിക്ക് ആർബിട്രറി ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഹാസ് റുപ്പീസ് 4.55 ഇൻ ചേഞ്ച് കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് 10 paise and 25 paise. What are the maximum and minimum number of coins that he can have? Is it possible for the number of 10 paise to equal the number of 25 paise? ഒരാളേക്കിൽ 4 രൂപ 55 പൈസ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ്ലി 10 പൈസയും അതുപോലെ തന്നെ 25 പൈസയുമാണുള്ളത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 4.55 റുപ്പീസ് അയാളുടെ കയ്യിലുള്ളത്. ബാക്കി വേറെ കോയിൻസ് ഒന്നും അയാളുടെ കയ്യിലില്ല. പോസിബിൾ ആയിട്ടുള്ള ഡിനോമിനേഷൻസിൽ മാക്സിമം നമ്പർ ഓഫ് കോയിൻസും അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് കോയിൻസുമാണ് നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 10 പൈസ കോയിൻസും 25 പൈസ കോയിൻസും ഈക്വൽ ആയിരിക്കാൻ പോസിബിൾ ആണോ എന്നും ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. നമുക്ക് ആദ്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ ഉണ്ടാക്കാം. അതിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് ആൻഡ് വൈ ബി ദി നമ്പർ ഓഫ് 25 പൈസ കോയിൻസ്. അയാളുടെ ടോട്ടൽ 4 രൂപ 55 പൈസയാണുള്ളത്. അതായത് ടോട്ടൽ 455 പൈസയാണുള്ളത്. സോ 10x പ്ലസ് 25y ഈക്വൽ ടു 455. കോമൺ ഫാക്ടർ ആയിട്ടുള്ള 5 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2x പ്ലസ് 5y ഈക്വൽ ടു 91. നമുക്ക് ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ആദ്യം ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ a ഈക്വൽ ടു 2, b ഈക്വൽ ടു 5 ആൻഡ് c ഈക്വൽ ടു 91. ആദ്യം നമുക്ക് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതം യൂസ് ചെയ്യുന്നു. ഡിവിഷൻ ഓൾഗരിതം സക്സസീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ 5 ഈക്വൽ ടു 2 ഇൻറ്റു 2 പ്ലസ് 1. ദെൻ നോൺ സീറോ റിമൈൻഡർ ആയതുകൊണ്ട് ഡിവിഷൻ ഓൾഗരിതം വീണ്ടും യൂസ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 0. ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആയിരിക്കും 2ൻ്റെയും 5ൻ്റെയും GCD. ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 1 ആയതുകൊണ്ട് GCD ഓഫ് 2,5 ഈക്വൽ ടു 1. 1 എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഒരു ഫാക്ടർ ആയതുകൊണ്ട് 91ൻ്റെയും ഒരു ഫാക്ടർ ആയിരിക്കും. സോ 1 ഡിവൈഡ്സ് 91. സോ ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ഈ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി യൂക്ലിഡിയൻ ഓൾഗരിതത്തിൻ്റെ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാം. സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും നമുക്കിതുപോലെ കിട്ടും. 1 ഈക്വൽ ടു 5 മൈനസ് 2 ഇൻറ്റു 2, അതായത് 1 ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 5. ഇവിടെ c ഈക്വൽ ടു 91 ആണ്, d ഈക്വൽ ടു 1. സോ c ബൈ d കൊണ്ട് ഈ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 91 കൊണ്ട് ഈ ഒരു ഇക്വേഷൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 91 ഈക്വൽ ടു മൈനസ് 182 ഇൻറ്റു 2 പ്ലസ് 91 ഇൻറ്റു 5. സോ എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് 182, വൈ നോട്ട് ഈക്വൽ ടു 91 എന്നുള്ളത് 2x പ്ലസ് 5y ഈക്വൽ ടു 91 എന്നുള്ള ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ്. ദെൻ ആ ലീനിയർ ഡൈഫൈൻഡ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും ഇതുപോലെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 182 പ്ലസ് 5t, and y equal to y naught minus a by d into t, അതായത് y equal to 91 minus 2t, where t is any integer. ഇവിടെ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്പർ ഓഫ് ഡിനോമിനേഷൻസ് ആണ്. സോ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ നിന്നും നമുക്കിതുപോലെ കിട്ടും.
മൈനസ് 182 പ്ലസ് 5t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് 5t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 182. അതിൽ നിന്നും t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 182 ഡിവൈഡഡ് ബൈ 5, അതായത് 36.5. സോ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്നും t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 36.5. ദെൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്നും 91 മൈനസ് 2t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 2t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91. അതിൽ നിന്നും t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91 ഡിവൈഡഡ് ബൈ 2, അതായത് t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45.5. സോ t എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 36.5. അതുപോലെ തന്നെ t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45.5. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഇൻഡിജേഴ്സാണ് ടിക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സോ ടിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 37 മുതൽ 45 വരെയുള്ള ഇൻഡിജേഴ്സാണ്. ടി ഈക്വൽ ടു 37 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 182 പ്ലസ് 5 ഇൻറ്റു 37, അതായത് എക്സ് ഈക്വൽ ടു 3. ആ കേസിൽ വൈ ഈക്വൽ ടു 91 മൈനസ് 2 ഇൻറ്റു 37, അതായത് വൈ ഈക്വൽ ടു 17. സോ ടി ഈക്വൽ ടു 37 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് 3 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് 17 ആണ്. ടോട്ടൽ കോയിൻസ് 20 ആണ്. ഈ കേസിൽ ടി ഈക്വൽ ടു 38 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 182 പ്ലസ് 5 ഇൻറ്റു 38, അതായത് എക്സ് ഈക്വൽ ടു 8. ആ കേസിൽ വൈ ഈക്വൽ ടു 91 മൈനസ് 2 ഇൻറ്റു 38, അതായത് വൈ ഈക്വൽ ടു 15. സോ ടി ഈക്വൽ ടു 38 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് 8, നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് 15, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 23. ഇതുപോലെ തന്നെ ടി ഈക്വൽ ടു 39 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 13, വൈ ഈക്വൽ ടു 13 ഇതുപോലെ കിട്ടും. അതായത് നമ്പർ ഓഫ് 10 പൈസ കോയിൻസും നമ്പർ ഓഫ് 25 പൈസ കോയിൻസും ഈക്വലാണ്. രണ്ടും 13 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 26. ടി ഈക്വൽ ടു 40 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 18, വൈ ഈക്വൽ ടു 11, അതായത് നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് 18, നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് 11, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 29. ടി ഈക്വൽ ടു 41 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 23, വൈ ഈക്വൽ ടു 9, അതായത് നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് 23, നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് 9, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 32. ടി ഈക്വൽ ടു 42 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 28, വൈ ഈക്വൽ ടു 7, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 35. ടി ഈക്വൽ ടു 43 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 33, വൈ ഈക്വൽ ടു 5, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 38. ടി ഈക്വൽ ടു 44 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 38, വൈ ഈക്വൽ ടു 3, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 41. ടി ഈക്വൽ ടു 45 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 43, വൈ ഈക്വൽ ടു 1, അതായത് നമ്പർ ഓഫ് 10 പൈസ കോയിൻസ് 43, നമ്പർ ഓഫ് 25 പൈസ കോയിൻസ് 1 ആണ്. സോ ടോട്ടൽ 44 കോയിൻസ് ഉണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഡിനോമിനേഷൻസിൽ മാക്സിമം നമ്പർ ഓഫ് കോയിൻസും മിനിമം നമ്പർ ഓഫ് കോയിൻസും എപ്പോഴൊക്കെയാണെന്നാണ്. ഇതിൽ മാക്സിമം നമ്പർ ഓഫ് കോയിൻസ് ലാസ്റ്റ് കേസിലാണ്, അതായത് ടി ഈക്വൽ ടു 45 ആയിരിക്കുമ്പോഴാണ് മാക്സിമം നമ്പർ ഓഫ് കോയിൻസ്. ആ കേസിൽ ടോട്ടൽ 44 കോയിൻസ് ഉണ്ട്. 43 10 പൈസ കോയിൻസും 1 25 പൈസ കോയിനും. സോ ടോട്ടൽ 44 കോയിൻസ് ഉണ്ട്. ഇതാണ് മാക്സിമം. മിനിമം നമ്പർ ഓഫ് കോയിൻസ് ഫസ്റ്റ് കേസിലാണ്, അതായത് ടി ഈക്വൽ ടു 37 ആയിരിക്കുമ്പോഴാണ്. ആ കേസിൽ നമ്പർ ഓഫ് കോയിൻസ് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 20 ആണ്. എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 17, അതായത് 10 പൈസ കോയിൻസ് 3ഉം 25 പൈസ കോയിൻസ് 17ഉം. ടോട്ടൽ അവിടെ 20 കോയിൻസ് ആണുള്ളത്. ടി ഈക്വൽ ടു 37 ആയിരിക്കുമ്പോഴാണ് മിനിമം നമ്പർ ഓഫ് കോയിൻസ് കിട്ടുന്നത്. ദെൻ നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് 10 പൈസ കോയിൻസും നമ്പർ ഓഫ് 25 പൈസ കോയിൻസും ഈക്വൽ ആയിരിക്കുവാൻ പോസിബിൾ ആണോ എന്ന്. തേർഡ് കേസിൽ നമ്പർ ഓഫ് 10 പൈസ കോയിൻസും നമ്പർ ഓഫ് 25 പൈസ കോയിൻസും ഈക്വലാണ്. രണ്ടും 13 വീതമാണ്. സോ ആ കേസിൽ അത് പോസിബിൾ ആണ്. സോ നമ്പർ ഓഫ് 10 പൈസ കോയിൻസും നമ്പർ ഓഫ് 25 പൈസ കോയിൻസും ഈക്വലായിട്ട് ടോട്ടൽ 455 പൈസ കിട്ടുക എന്നുള്ളത് പോസിബിൾ ആണ്. അതാണ് നമ്മളോട് ലാസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.